റിയാച്ചൻ ക്രിസ്റ്റിയെ ഒന്ന് നോക്കിയിട്ട് അടഞ്ഞു കിടക്കുന്ന ഗേറ്റിലേക്ക് നോക്കി. അത് പിന്നെ രാത്രി വെറുതെ നിങ്ങളെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാൻ മതിൽ ചാടി. ക്രിസ്റ്റി ഒരു ഇളിയോടെ പറഞ്ഞു. മതിയടവുവേ, നീ കയറുക, കറിയാച്ചൻ ക്രിസ്റ്റിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റി ഹാളിൽ കയറി ചുറ്റും ഒന്ന് നോക്കി. ഏസിയാമ്മ കിടന്നടാ, മരുന്നൊക്കെ ഉള്ളതല്ലേ, ഉറക്കം നിൽക്കാൻ പറ്റില്ല. കൊച്ചും നേരത്തെ കിടന്നു, ദാ ആ റൂമിലുണ്ട്, നീ ചെല്ല്, കറിയാച്ചൻ പറഞ്ഞതും ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ തല കുലുക്കിക്കൊണ്ട് ധ്രുവി കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. ഡാവുവേ, ഞാനും കിടക്കുക, നീ ഇനി ഈ രാത്രി തിരിച്ചു മതിലിയാടാൻ നിൽക്കണ്ട, നാളെ പോകാം. ക്രിസ്റ്റി പോകുന്നത് കണ്ട് കറിയാച്ചൻ വിളിച്ചു പറഞ്ഞു. ക്രിസ്റ്റി തല കുലുക്കിക്കൊണ്ട് ചാരിയിട്ടിരുന്ന ഡോറ് തുറന്ന് റൂമിലേക്ക് കയറിയതും കണ്ടു ചുണ്ടും കൂർപ്പിച്ച് ബെഡിലിരുന്ന് തന്നെ നോക്കുന്ന ധ്രുവിയെ. ആ നോട്ടത്തിൽ നിന്നും ധ്രുവി ഉറങ്ങിയിരുന്നില്ല എന്നും ക്രിസ്റ്റി വന്നതും പുറത്തെ സംസാരവും കേട്ട് എന്നും ക്രിസ്റ്റിക്ക് മനസ്സിലായി. ക്രിസ്റ്റി ഡോറടച്ചുകൊണ്ട് ചെറുചിരിയോടെ ധ്രുവിക്കരികിലേക്ക് നടന്നതും ബെഡിൽ കിടന്ന തലയിണയെടുത്ത് ധ്രുവി ക്രിസ്റ്റിയെ എറിഞ്ഞിരുന്നു. ക്രിസ്റ്റി ഒരു ചിരിയോടെ ആ തലയിണ ക്യാച്ച് ചെയ്തു. ഇച്ചായൻ്റെ കുഞ്ഞു വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഇടത് കൈകൊണ്ട് മേശ അല്പം പിരിച്ചു വെച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ക്രിസ്റ്റിയെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് ധ്രുവി പെട്ടെന്ന് ബെഡിലേക്ക് കയറി കിടന്നു. ഡീ പതുക്കെ, എൻ്റെ പിള്ളേര്, ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് ധ്രുവിക്കരികിലേക്ക് ചെന്നു. എനിക്കറിയാം, ധ്രുവി അല്പം കനപ്പിച്ചു പറഞ്ഞു. ക്രിസ്റ്റി ഒരു ചിരിയോടെ ധ്രുവിക്കരികിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ധ്രുവിയുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. കുഞ്ഞാ. ക്രിസ്റ്റിയുടെ കാറ്റുപോൽ നേർത്ത വിളിക്ക് ധ്രുവി ഒന്ന് മൂളി. പിണക്കമാണോ കുഞ്ഞാ? ധ്രുവിയുടെ കഴുത്തിൽ താടിയും മീശയും കൊണ്ട് ചെറുതായി ഇക്ലിയാക്കിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. എന്താ ഇത്രയും താമസിച്ചത്? ഞാൻ എത്ര നേരം കൊണ്ട് ഇച്ചാനെ നോക്കിയിരിക്കുവാണെന്ന് അറിയാമോ? ധ്രുവി പരിഭവത്തോടെ ക്രിസ്റ്റിയോട് ചോദിച്ചു. എൻ്റെ കുഞ്ഞനിവിടെ കാത്തിരിക്കുവാണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് ഓടി വന്നേ, ധ്രുവിയുടെ കവളിൽ ചെറുതായി കടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ധ്രുവി ക്രിസ്റ്റിയുടെ കവളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഓക്കെ ആണോ കുഞ്ഞാ? ധ്രുവിയുടെ വയറിൽ മെല്ലെ തഴുകിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. എന്താണ് മോനെ ക്രിസ്റ്റി ഒരിളക്കം? വയറിന് മുകളിലിരുന്ന ക്രിസ്റ്റിയുടെ കൈക്ക് മുകളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ധ്രുവി ചോദിച്ചു. നിന്റെ ഈ ചെമ്പകപ്പൂമണം എന്നെ വല്ലാതെ മത്തു പിടിപ്പിക്കുന്ന കുഞ്ഞാ, അത്രമേൽ പതിഞ്ഞ ശബ്ദത്തിൽ ക്രിസ്റ്റി പറഞ്ഞു. ധ്രുവി പതിയെ വയറിൽ കൈതാങ്ങി എഴുന്നേറ്റിരുന്ന് ക്രിസ്റ്റിയും ധ്രുവിക്കൊപ്പം എഴുന്നേറ്റിരുന്നതും ധ്രുവി ക്രിസ്റ്റിയോട് ചേർന്നിരുന്നു കൊണ്ട് ക്രിസ്റ്റിയുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ധ്രുവി തുടങ്ങിയ ചുംബനം ക്രിസ്റ്റി ഏറ്റെടുക്കുമ്പോൾ വീണ്ടും ഒരു സംഗമത്തിലേക്ക് അവർ കടന്നിരുന്നു. പരസ്പരം സ്നേഹിച്ചും പുണർന്നും തലോടിയും തേന്മാവിൽ പടർന്ന മുല്ലവള്ളി പോൽ ക്രിസ്റ്റി ധ്രുവിയിലേക്ക് പടർന്നിരുന്നു. ക്രിസ്റ്റി രാവിലെ തന്നെ ധ്രുവിയുമായി പാലമറ്റത്തിലെത്തിയിരുന്നു. ആർക്കും അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ക്രിസ്റ്റിക്ക് എന്നവൻ്റെ ജീവശ്വാസം പോലും അവൻ്റെ കുഞ്ഞിപ്പെണ്ണാണ്. ക്രിസ്റ്റിയും ധ്രുവിയും ഒഴികെ ബാക്കി പിള്ളേർ സെറ്റെല്ലാം മുകളിലെ ബാൽക്കണിയിലുണ്ട്. എല്ലാം കൂടി കാര്യമായ ചർച്ചയിലാണ്. ധ്രുവി പ്രസവിച്ചില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പേര് കണ്ടുപിടിക്കാനുള്ള കഷ്ടപ്പാടിലാണെല്ലാം. പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും പുറത്തേക്ക് എത്തി നോക്കിയത്. കാറിൽ നിന്നും ഇറങ്ങുന്നവരെ എല്ലാവരും സംശയത്തോടെ നോക്കിയപ്പോൾ സ്റ്റെല്ലയുടെ കണ്ണ് ഇപ്പോൾ താഴെ വീഴുമെന്ന അവസ്ഥയിലാണ്. എൻ്റെ മാതാവേ! ആദ്യത്തെ പകപ്പ് മാറിയതും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്റ്റെല്ല താഴേക്കോടി. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ബാക്കിയുള്ളവരും പുറകെ ഇറങ്ങി ഓടി. പിള്ളേർ സെറ്റെല്ലാം ഹാളിലെത്തിയപ്പോൾ വീട്ടിൽ വന്നവരും വീട്ടിലുള്ള ബാക്കി അംഗങ്ങളും ഹാളിലെത്തി. ധ്രുവിയെ കണ്ടതും ആ ചെറുപ്പക്കാരൻ പരിചയഭാവത്തിലൊന്ന് ചിരിച്ചു. ധ്രുവിയും തിരികെ ഒന്ന് പുഞ്ചിരിച്ചു. നിനക്ക് ആ പയ്യനെ അറിയാമോ കുഞ്ഞാ? ക്രിസ്റ്റി പതിയെ ധ്രുവിയോട് ചോദിച്ചു. കോളേജിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറാണ്, ജോയൽ. ആ പേര് കേട്ടതും ക്രിസ്റ്റി സ്റ്റെല്ലയെ ഒന്ന് നോക്കി. സ്റ്റെല്ല ക്രിസ്റ്റിയെ നോക്കി ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നിൽക്കുവാണ്. ക്രിസ്റ്റി സ്റ്റെല്ലയെ നോക്കി തലയാട്ടിക്കൊണ്ട് ജോയലിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പേര് മാത്തൻ തരകൻ, ഇതെൻ്റെ ഭാര്യ കത്രീന, ഇത് ജോയൽ, ഞങ്ങളുടെ ഇളയ മോനാണ്. ഇനി വളച്ചു കെട്ടാതെ വന്ന കാര്യം പറയാം. മാത്തൻ എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് ജോയലിനെ ഒന്ന് നോക്കി. ജോയൽ തൻ്റെ അപ്പച്ചനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ഞാൻ സ്റ്റെല്ലയും ധ്രുവിതയും പഠിക്കുന്ന കോളേജിലെ അധ്യാപകനാണ്. ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. വളച്ചു കെട്ടാതെ ഞാൻ കാര്യം പറയാം. എനിക്ക് സ്റ്റെല്ലയെ ഇഷ്ടമാണ്, സ്റ്റെല്ലയ്ക്കും എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവൻ ഇവിടുത്തെ കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. അവൻ്റെ ജീവിതമല്ലേ, അപ്പോൾ അവൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങളും കരുതി. ഞങ്ങൾക്ക് മറ്റ് ഡിമാൻഡുകളോ ഇഷ്ടക്കുറവോ ഇല്ല, മാത്തച്ഛൻ പറഞ്ഞു. ഒരു കല്യാണക്കാരിയല്ലേ, നിങ്ങൾ പെട്ടെന്ന് വന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എന്ത് പറയും?
എന്തായാലും ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. കുര്യച്ചൻ സ്റ്റെല്ലയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ, മാത്തച്ഛൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അല്ല, വന്നിട്ടൊന്നും കുടിച്ചില്ലല്ലോ. ചായ എടുക്കാം, നിങ്ങളിരിക്ക്, ലിസി ആദിത്യ മര്യാദയോടെ പറഞ്ഞു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ 3 പേരും പുറത്തേക്കിറങ്ങി. ജോയൽ സ്റ്റെല്ലയോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. എല്ലാവരുടെയും ചോദ്യം തന്നോടായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സ്റ്റെല്ല പതുക്കെ മുകളിലേക്ക് ഓടാനൊരു ശ്രമം നടത്തി. നിക്കടി അവിടെ. ക്ലാരയുടെ ദേഷ്യം നിറഞ്ഞ വിളി കേട്ടതും സ്റ്റെല്ല പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ക്ലാരയെ. അമ്മച്ചി, സ്റ്റെല്ല പേടിയോടെ വിളിച്ചു. മിണ്ടിപ്പോകരുത് നീ, നിന്റെ വിശ്വസ്തത ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. ക്ലാരയുടെ സംസാരവും ദേഷ്യവും കൂടി ആയപ്പോൾ സ്റ്റെല്ലയുടെ കണ്ണു നിറഞ്ഞു.